ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോയിലോട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിലുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് സ്കിൻ ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു വൈറ്റൻ സ്കിന്നായിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ ഫേസിനെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടാൻ റിമൂവലാണ്, അതുപോലെ നന്നായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഒരു വൈറ്റമിൻ ഇതും കൂടെയാണ് കേട്ടോ നമ്മുടെ ഫേസിന് നന്നായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നന്നായിട്ടുള്ളൊരു നല്ല ഇൻഗ്രീഡിയൻസും കൂടെയാണ് നമ്മളെ ഈ ഫേസ് പാക്കിന് വരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിൽ, നല്ല ഒരു പാത്രത്തിൽ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിലുള്ള ഒരു ഗോതമ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും നമ്മൾ ആശീർവാദത്തിൻ്റെ ആയാലും ആട്ടായിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഇതാണ് ഗോതമ്പ് പൊടി. അപ്പം ഗോതമ്പ് പൊടി അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡറിൻ്റെ കുറിച്ച് പറയേണ്ട അത്ര എഫക്റ്റാണ് നമ്മളെ ഫേസിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഒന്നാണ് കേട്ടോ കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ ഞാനിവിടെ 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാതെയും വാങ്ങിക്കാൻ നെസ്ലയുടെ ഉണ്ട്, അതുപോലെ പല ഇതുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ബ്രോഡാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 രൂപയുടെ അതാണ് കേട്ടോ. അതിൻ്റെ ഏകദേശം നമ്മൾ ഫേസ് ഇടാനുള്ള നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഗ്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലോ വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം എന്ന് വെച്ചാൽ ചെറിയൊരു നാരങ്ങ കഷ്ണം കൂടെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു നാരങ്ങ കഷ്ണമാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു നീര് കുറവാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ കുരുക്കളൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ നാര് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം അത് കുറച്ച് നല്ല മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് കേട്ടോ. റോസ് വാട്ടർ ചേർക്കണ്ട എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ തേനോ റോസ് വാട്ടറോ നമ്മളിപ്പം നാരങ്ങ നീര് ആഡ് ചെയ്യാത്തപ്പം ചേർക്കാം. എന്നാലും ഞാൻ കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഇതാണല്ലോ. വെള്ളത്തിന് വേറെ ഹൈഡ്രേറ്റ് ആണല്ലോ. അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് നല്ല ലൂസാവാൻ വേണ്ടി നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല കട്ടിയൊക്കെ മാവില്ലേ, അപ്പോൾ കട്ടിയൊക്കെ നന്നായിട്ട് മാറി നല്ല ലൂസുള്ള നല്ലൊരു കട്ടിയൊക്കെ മാറി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് ഫേസ് പാക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പം അത് നമ്മൾ നന്നായിട്ട് നോർമൽ പറയുന്ന പോലെ തന്നെ ഫേസ് നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകി നല്ല ഒരു ടവലിട്ട് നന്നായിട്ട് തുടച്ച ശേഷം നന്നായിട്ട് ഇത് നല്ല ഒരു വിയർപ്പൊക്കെ നമ്മളെ ഫേസിൽ നിന്ന് മാറിയ ശേഷം നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് പുരട്ടണം കേട്ടോ. നമ്മൾ കണ്ണിന് ചുറ്റും മൂക്കും അതുപോലെ നമ്മളെ ചൂണ്ടിന് ചുറ്റുമൊക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളെ ഈ കടലമാവിനെ പോലെ തന്നെ ഒരു എഫക്റ്റ് ആണ് നമ്മളെ ഗോതമ്പിൻ്റെത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പിൻ്റെ തരിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഫേസിന് നമുക്ക് ഫേസ് പാക്ക് ഇടുമ്പോഴൊന്നും അത്ര ഇത്തിരി സ്ക്രബ് കണക്കല്ല. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്, ഉത്തൻ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
അത് നല്ലൊരു നമ്മുടെ നാച്ചുറലി വൈറ്റമിൻ അടങ്ങിയിട്ടുള്ളത് ഒന്നാണ് കേട്ടോ നമ്മൾ ഈ ഫേസ് പാക്കിൻ്റെത്. അപ്പം ഞാൻ ഇതാ നമ്മളിപ്പം കഴുത്തിലും നമ്മൾ വേണമെങ്കിൽ ഫുൾ ബോഡിയിലും ഇട്ടാലും നല്ലൊരു വൈറ്റനിങ് ഫീലിംഗ് തന്നെ കിട്ടും കേട്ടോ. അതൊരു നല്ലൊരു 100% ഉറപ്പാണ്. ഒരു നല്ലൊരു 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പം ഞാൻ കയ്യിലും കൂടെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പം കയ്യിലൊക്കെ തേക്കുമ്പോൾ നന്നായിട്ടൊരു മാറ്റമൊക്കെ കിട്ടും. ഒരു 10-15 മിനിറ്റോ 20 മിനിറ്റോ. അപ്പോൾ ഈ വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ആകുമ്പോൾ 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മളെ മുഖത്ത് നന്നായിട്ട് നീറ്റലും ഡ്രൈ ഒക്കെ ആവാൻ തുടങ്ങും. അപ്പോൾ അത് തന്നെ പറയുമ്പോൾ പിഗ്മെൻറ്റേഷനും ആക്നെയ്ക്കും പോർട്സൊക്കെ നല്ല വൃത്തിയൊക്കെ പൊങ്ങി വരും. അതൊക്കെ നമുക്ക് നന്നായിട്ട് ഫേസിന് നല്ല വൃത്തി അത് മാറ്റം കിട്ടും കേട്ടോ. അപ്പം ഞാൻ കയ്യിലും ഫേസൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഫേസിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഫേസ് ഒരു 15-20 മിനിറ്റോളം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കളയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ 15 മിനിറ്റോളം കഴുകി കളഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ ഇതാണ് കേട്ടോ നല്ലവണ്ണം മാറ്റം. നല്ല ഒരു ഭയങ്കര ഒരു നീറ്റലും ഭയങ്കര ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഫീൽ ചെയ്തിട്ട് നല്ല ഈ ഗോതമ്പിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ചാൽ നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ്. അപ്പം ഞാൻ ഈ ഫേസ് പാക്കിൻ്റെ നന്നായിട്ട് ഉള്ളൊരു നല്ല ഒരു നമുക്ക് ഫേസ് പാക്കിൻ്റെ നാച്ചുറൽ മസാജസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുഖത്തുള്ള എല്ലാം ഫേസിലുള്ള ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഇത് നമ്മൾ എന്തും നമുക്ക് പെട്ടെന്ന് മാറ്റി നമ്മൾ ഇതൊക്കെ എല്ലാം നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അക്നിക്കും പിഗ്മെൻറ്റേഷനും പിമ്പിൾസും അതുപോലെ എല്ലാം നന്നായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ കോഫി പൗഡറിൻ്റെ എന്ന് വെച്ചാൽ നല്ലൊരു ഫേസ് നല്ലൊരു തിളക്കം കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ ഇത് നമ്മളെ സെൻസിറ്റീവുകാർക്കും ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാക്ക് നല്ല ഓയിൽ സ്കിന്നുകാർക്കല്ല സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, കുരുക്കൾ, മുഖക്കുരു, പലതരത്തിലുള്ള മുഖത്തിലുണ്ടാകുന്ന പ്രശ്നം, ചൊറിച്ചിൽ, നമ്മൾ താരൻ്റെ ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ഒരുപാട് അലർജിയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഫേസ് പാക്ക്. ഗോതമ്പ് പൊടിയും കൂടെ ആകുമ്പം നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ അത് കഴുകി കളഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു നമ്മളെ സ്കിൻ എക്സ്പ്ലോറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് സ്കിന്നായിട്ട് മാറ്റം നമുക്ക് കിട്ടും കേട്ടോ ഫേസിൽ. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. നല്ല കുറച്ചും കൂടെ ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.